വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ ഐപ്ലസിന്റെ പുതിയൊരു ലൈവ് വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും കാത്തിരുന്ന എക്സാമിന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ് അല്ലെ. സോ ജനുവരി 29, 2026 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാര്യം നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ എക്സാം അല്ലെ. നമുക്കറിയാം 279/2025 മീറ്റർ റീഡർ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് നടത്തുന്ന കേരള PSCയുടെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ജനുവരി 29, 2026. അപ്പൊ കൺഫർമേഷൻസ് ഒക്കെ ആരെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. സോ നമ്മളുടെ ലൈവ് സെഷൻസും അല്ലെങ്കിൽ നമ്മളുടെ റെക്കോർഡഡ് സെഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മളുടെ കോഴ്സിലൂടെ കടന്നു പോകുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മളുടെ സിലബസ് ആണ് അല്ലെ. സോ നമുക്കറിയാം നമ്മളുടെ കേരള PSCയുടെ ഭാഗത്തു നിന്നും സിലബസ് വന്നിട്ടുണ്ട്. അപ്പോ നമ്മളുടെ ഒരു വർഷത്തെ പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെ, ഒരു വർഷത്തെ പ്ലംബർ ട്രേഡിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എക്സാമിന് വന്ന അതേ സിലബസ് തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മീറ്റർ റീഡർ എക്സാമിനും സിലബസ് ആയി വന്നിരിക്കുന്നത്. സോ 279/2025 വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ സ്കെയിൽ ഓഫ് പേ നമുക്കറിയാം 25,800, 59,300 എന്നുള്ളതാണ്. വേക്കൻസീസ് ഇപ്പോഴും ആന്റിസിപ്പേറ്റഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഒരു വേക്കൻസി തന്നെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. ഏകദേശം 100 വേക്കൻസിയോളം അല്ലെങ്കിൽ 100 അഡ്വൈസ് എങ്കിലും നമ്മൾ മിനിമം ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. സോ ലാസ്റ്റ് നമ്മൾ നടന്ന എക്സാമുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 90-ന് മുകളിലേക്ക് ഏകദേശം 94 അഡ്വൈസ് പോയ ഒരു തസ്തികയാണെന്നുള്ള അറിയാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആ ഒരു വേക്കൻസിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നും വരേണ്ട. വേക്കൻസി ഉണ്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ അന്നത്തെ ആ ഒരു കട്ട് ഓഫ്, കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 63.67 ആണ്. സോ ആ ഒരു കട്ട് ഓഫ് ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കരുത്. കാര്യം നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യമല്ല നിലവിൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മളുടെ മോഡ്യൂൾ വൈസ് ഉള്ള പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം ഓരോ മോഡ്യൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നടന്ന എക്സാമിന് മെയിൻ ലിസ്റ്റിൽ വന്നത് 300 പേര്, 299 പേരായിരുന്നു. സോ അതിൽ ഏകദേശം 94 അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. അപ്പോൾ 1/3 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഏകദേശം 100 അടുപ്പിച്ച് നമുക്ക് ആ ഒരു അഡ്വൈസ് 94 അഡ്വൈസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോ ഇവിടെയും നമുക്ക് വരുന്ന എക്സാമിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലിസ്റ്റുകളിലും അത്രയും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നുണ്ടാവുക നമ്മൾക്ക് വന്നിട്ടുള്ള സിലബസ് ആണ്. ഓക്കെ, അപ്പോ എല്ലാവരും കണ്ടു കാണുമായിരിക്കും നമ്മളുടെ സിലബസ്. ആ ഒരു സിലബസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മളുടെ കോഴ്സുകളിൽ, അതായത് നമ്മളുടെ കോഴ്സിൽ, അതായത് നമ്മളുടെ മീറ്റർ റീഡറിന്റെ കോഴ്സ് അല്ലെ, ഐപ്ലസിന്റെ കോഴ്സ് നിങ്ങളെല്ലാം പോയിട്ടുണ്ടാവും. അതിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മോഡ്യൂൾ വൈസ് ഉള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ നമ്മൾ ലൈവ് നടത്തിയതിന്റെ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് MCQ ടെസ്റ്റ് സീരീസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിലവിൽ റീസെന്റ് ആയിട്ട് വന്നൊരു സിലബസ് ആയതുകൊണ്ട് തന്നെ ചില ടോപ്പിക്സുകളൊക്കെ ഷഫിൾ ചെയ്ത് കിടക്കുന്നുണ്ടാവും. സോ അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ സിലബസിലേക്ക് വരുമ്പോൾ ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂൾ, ഇപ്പൊ മൊത്തത്തില് 10 മൊഡ്യൂളുകളായിട്ടാണ് നമ്മളുടെ സിലബസ് ഉള്ളത്. ഓക്കെ, എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, നമുക്കൊന്ന് അതിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പൊ 10 മൊഡ്യൂളുകളായിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂളിനും വെയിറ്റേജ് മാർക്കുകൾ ഉണ്ട് അല്ലെ. ഓരോ മൊഡ്യൂളിനും വെയിറ്റേജ് മാർക്കുകളുണ്ട്. അതായത് ഒരു മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക്, മറ്റൊരു മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് അല്ലെങ്കിൽ 15 മാർക്ക്, അങ്ങനെ വെയിറ്റേജുകൾ കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമ്മൾ പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് ഈ പറയുന്ന വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം ജനുവരി 29 എന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നു മുതൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 95 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. എത്രയാണ്? 95 ദിവസം. അപ്പൊ നമ്മുടെ മുന്നിലുള്ള 95 അല്ലെങ്കിൽ നമുക്ക് പറയാം 3 മാസം എന്ന് കൂട്ടിക്കോളൂ. അതായത് 90 ദിവസം എന്ന് കൺസിഡർ ചെയ്തോളൂ. അപ്പൊ 5 ദിവസം വിട്ടേക്കൂ. അപ്പൊ ഈ 90 ദിവസം എന്നുള്ളത് നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ അപ്പൊ നമുക്ക് പഠിക്കേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് വീണ്ടും ചുരുങ്ങുകയാണ് അല്ലെ. ഏകദേശം നമ്മളൊരു 75 അല്ലെങ്കിൽ 80 ദിവസത്തോളം നമ്മൾ പ്രിപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിപ്പറേഷനോട് കൂടി തന്നെ നമ്മൾ റിവിഷൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് വരുന്ന ലാസ്റ്റ് 10 days എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു കൂൾ ഓഫ് ടൈം പോലെ കൂടുതലായിട്ട് പഠിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളുടെ മോഡൽ ടെസ്റ്റുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുകളും അതുപോലെ തന്നെ നമ്മളുടെ ടെസ്റ്റ് സീരീസുകളും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു 80 days കൊണ്ട് അല്ലെ 80 ദിവസത്തെ ഒരു പ്ലാൻ എന്ന നിലയിൽ 80 ദിവസം കൊണ്ട് 10 മോഡ്യൂളുകളും പഠിച്ച് റിവൈസ് ചെയ്ത് സെറ്റ് ആവുക. ഓക്കെ, അപ്പം ഈ പറയുന്ന 80 ദിവസം കൊണ്ട് 10 മോഡ്യൂളുകളും പഠിച്ച് റിവൈസ് നമ്മൾ സെറ്റ് ആവുന്നു, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. റെസ്റ്റ് 15 ദിവസം ഉണ്ടല്ലോ, ബാക്കി വരുന്ന 15 ദിവസം. ഈ 15 ദിവസത്തിൽ 10 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഓരോ മൊഡ്യൂൾ വൈസുള്ള ടെസ്റ്റ് സീരീസുകൾ നമ്മൾ ചെയ്ത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മോഡൽ ടെസ്റ്റുകൾ ഉണ്ടാവും, 100 മാർക്കിന്റെ മോഡൽ ടെസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. ആ ടെസ്റ്റുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ ആ ക്വസ്റ്റ്യനുകൾ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വീണ്ടും അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം, കഴിവതും നമ്മളുടെ ആ ഒരു എക്സാം ടൈം നമുക്കറിയാം, രാവിലെ 7 മണി മുതലായിരിക്കും എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആ ഒരു 7 മണിക്ക് തന്നെ കഴിവതും നമ്മളുടെ മോഡൽ എക്സാംസും അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസുകളും ചെയ്യാൻ ശ്രമിക്കുക. അതായത് ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകും, നമ്മൾ പഠിക്കുന്നുണ്ടാകും, വായിക്കുന്നുണ്ടാകും, എഴുതുന്നുണ്ടാകും. പക്ഷേ നമ്മളുടെ ആ ഒരു ടൈം 7 മണി അല്ലെ, ആ ഒരു സമയം ഉണ്ടല്ലോ, രാവിലെ 7 മണി മുതൽ 9:30 അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് പരീക്ഷ എഴുതുന്നത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം കഴിവതും ആ ഒരു സമയം രാവിലെ 7 മണി സമയത്ത് കഴിവതും എക്സാംസുകൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമിംഗ് നമ്മളുടെ മനസ്സിലേക്ക് വെച്ചേക്കുക. ഓക്കെ, സോ അത്തരത്തിൽ എന്താണ്, കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളുകളും വിശകലനം ചെയ്തുകൊണ്ട് തന്നെ ആ ഓരോ മൊഡ്യൂളിന്റെയും മാർക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. ഒന്നാമത്തെ മൊഡ്യൂൾ നമുക്കറിയാം, ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സേഫ്റ്റി എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സേഫ്റ്റി. എല്ലാ ട്രേഡുകളിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഏതൊരു വർക്ക് എടുത്താലും അവിടെ എല്ലാം അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ നമ്മളുടെ പ്ലംബേഴ്സ് അല്ലെങ്കിൽ പ്ലംബിംഗ് എന്ന് പറയുന്ന ഏരിയ, അല്ലെങ്കിൽ പ്ലംബർമാരെ സംബന്ധിച്ചോളം, ഒരു പ്ലംബിംഗ് ട്രേഡ് പഠിച്ച ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം അത്തരത്തിൽ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻ റിക്വയർഡ് ഫോർ ദ ട്രേഡ്, അതായത് നമ്മളുടെ പ്ലംബിംഗ് ട്രേഡുകളിലേക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള സേഫ്റ്റിയും അതുപോലെ തന്നെ ജനറൽ പ്രിക്കോഷൻസും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സേഫ്റ്റി ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ട്രെയിനി ബൈ എഡ്യൂക്കേറ്റിംഗ് ദം ടു യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത്തരത്തിൽ PPEs എന്നാ പറയാ. PPEs വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. ഇത്തരത്തിൽ ഹെൽമെറ്റ്സ് അല്ലെങ്കിൽ ഗ്ലൗസ്, ഏപ്രോൺസ്, ഓക്കെ, അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട് അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഉണ്ട്. സോ അതിന്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളത്. സോ ഈ 5 മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്കറിയാം 5 മാർക്ക് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അപ്പൊ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്തരത്തിൽ ഫയർ എന്താണ്, ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് വെൽഡിങ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ നമ്മൾ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഈ ഒരു 5 മാർക്കിനെ നമ്മൾ നേരിടേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 5 മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഫസ്റ്റ് മൊഡ്യൂളിന്റെയും കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ എന്താണ് പുതിയ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ലൈവ് സെഷൻസുകൾ ഉണ്ടാവാറുണ്ട്. ആ ഓരോ മൊഡ്യൂളിന്റെയും ലൈവ് സെഷൻസിൽ കഴിവതും നമ്മൾ ആ ഒരു മൊഡ്യൂളിലൂടെ നന്നായിട്ട് കടന്നു പോവുക, അല്ലെ? നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക്, നമുക്കറിയാം നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ 2 സെമസ്റ്ററുകളായിട്ടുള്ള ഒരു വർഷത്തെ ബുക്കാണ് പ്ലംബർ ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാവരും ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കോപ്പി എടുത്ത് കയ്യിൽ വെക്കുക. അവിടെ ഈ പറയുന്ന സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളെല്ലാം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അതൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഓക്കെ. സോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലായിരിക്കണം നമ്മൾ അവിടെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ എല്ലാ മൊഡ്യൂളുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻസ് റിക്വയർഡ് ഫോർ ദ ട്രേഡ്. അതുപോലെ തന്നെ സേഫ്റ്റി ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ട്രെയിനി ബൈ എഡ്യൂക്കേറ്റിംഗ് ദം ടു യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ്. ഇത്തരത്തിൽ PPE-യുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ 5 മാർക്കാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്, നോക്കി, രണ്ടാമത്തെ മൊഡ്യൂള് പ്രധാനമായിട്ടും അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. വെൽഡിങ്. സോ വെൽഡിങ് എന്ന് പറയുന്ന പെർമനന്റ് ജോയിനിങ് മെത്തേഡ് ആണെന്നുള്ളത് അറിയാം, അല്ലെ? പെർമനന്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് വെൽഡിങ് എന്ന് പറയുന്നത്. സോ carry out cutting of pipes of different dia in different angle and joining of pipes by gas welding, soldering and bracing. ഇത്തരത്തിൽ നമുക്കറിയാം പ്രധാനമായിട്ടും വെൽഡിങ്, അതുപോലെ തന്നെ സോൾഡറിങ്, ബ്രേസിങ്, ഈ പറയുന്ന 3 പ്രോസസ്സുകൾ നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? പൈപ്പ് സോൾഡർ ചെയ്യാൻ വേണ്ടി, അല്ലെ? പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ചെറിയ കോപ്പർ പൈപ്പുകളൊക്കെ നമ്മൾ സോൾഡർ ചെയ്യാറുണ്ട്. സോ അവിടെ വൈപ്പ്ഡ് ജോയിന്റ്, അല്ലെങ്കിൽ ലെഡ് പൈപ്പ് നമ്മൾ സോൾഡർ ചെയ്യാറുണ്ട്. സോ അവിടെ വൈപ്പ്ഡ് ജോയിന്റ് നമ്മൾ പറയാറുണ്ട്, വൈപ്പ്ഡ് ജോയിന്റ്. അപ്പൊ വൈപ്പ്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ് യൂസ് ചെയ്യാറ്? ബൈ യൂസിങ് സോൾഡറിങ് പ്രോസസ് ആണ്, അല്ലെ? സോൾഡേർഡ് ജോയിന്റുകളാണ്. സോ ബ്രേസിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വെൽഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ അത് വളരെ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ലിക്വിഡുകൾ നമുക്ക് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഹോട്ട് ആയിട്ടുള്ള ലിക്വിഡുകൾ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്ന പൈപ്പുകളാണ് ഇത്തരത്തിൽ GI പൈപ്പുകൾ. ആ GI പൈപ്പുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വെൽഡഡ് ജോയിന്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവുക ഗ്യാസ് വെൽഡിംഗ് ആണ്, ഗ്യാസ് വെൽഡിംഗ്. അപ്പോൾ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. പൈപ്പ് ജോയിനിങ് സെയിം ഡയ ബൈ ഗ്യാസ് വെൽഡിങ്. അത്തരത്തിൽ സെയിം ഡയമീറ്ററുകളുള്ള പൈപ്പുകളാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ബഡ് ജോയിന്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അവിടെ ഈ പറയുന്ന സെയിം ഡയമീറ്റർ ഉള്ള പൈപ്പുകൾ വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ സഹായത്തോടു കൂടി വെൽഡഡ് ജോയിന്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വെൽഡിംഗ്, നമ്മൾ പൈപ്പ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊസിഷൻസ് ഏതൊക്കെ പൊസിഷൻ വഴിയാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവുക, എന്തൊക്കെ പ്രൊസീജിയർ ആണ് അവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക, ഓക്കെ, എന്തൊക്കെ മെത്തഡോളജീസ് അവിടെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ മെത്തേഡ് ഓഫ് സോൾഡറിങ്, അല്ലെ? ഇങ്ങനെ സോൾഡറിങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു? സോൾഡറിങ്ങുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് എന്തൊക്കെയാണ്? സോൾഡർ എന്താണ് ബേസിക്കലി? സോ ബ്രേസിംഗ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ഓക്കെ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലക്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഹാർഡ് ആൻഡ് സോഫ്റ്റ് സോൾഡേഴ്സ്, ഇത്തരത്തിൽ ഹാർഡ് സോൾഡറിംഗ് ആണ് പൊതുവെ ബ്രേസിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സോൾഡറിംഗ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ സോൾഡറിംഗ് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സോൾഡറിംഗ് ആണ്. സോ അതിന്റെ പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻസ്, യൂസസ്, ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഗ്യാസ് വെൽഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സി അസെറ്റിലിൻ വെൽഡിംഗ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസസ് ഏതൊക്കെയാണ്, അല്ലെ? അവിടുത്തെ ആ ഓരോ ഫ്ലെയിം, ടൈപ്സ് ഓഫ് ഫ്ലെയിം ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പൈപ്പ് ജോയിൻ ചെയ്യണം. പൈപ്പിന്റെ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? പൈപ്പ് ജോയിന്റുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഏതൊക്കെ പൊസിഷനിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ദെൻ സോൾഡറിങ് എന്താണ്? ബ്രേസിംഗ് എന്താണ്? സോ പൈപ്പുമായി ബന്ധപ്പെട്ട്, പൈപ്പ് ജോയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സോൾഡറിങ്, ബ്രേസിംഗ് എങ്ങനെയൊക്കെ നമ്മൾ അവിടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്? സോൾഡേഴ്സ് ഏതൊക്കെയാണ്? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോ രണ്ടാമത്തെ മൊഡ്യൂൾ 10 മാർക്കാണ്. സോ വെയിറ്റേജ് ശ്രദ്ധിക്കുക, 10 മാർക്കാണ്. അപ്പോ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 മാർക്കായിരുന്നു. സോ നമുക്കത് ഏകദേശം ഒരു 3-4 ദിവസം എന്നാണ് മാക്സിമം നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. 10 മാർക്കിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 6-7 ദിവസങ്ങൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? 6 to 7 days നമുക്ക് കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. മൊത്തത്തിൽ ആദ്യത്തേന് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജനറലൈസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80 days, 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 10 days വെച്ചാണ്, അല്ലെ? ഏകദേശം ഒരു മൊഡ്യൂൾ മിനിമം നമുക്കൊരു 10 ദിവസം കിട്ടുന്നുണ്ടാവും, അല്ലെ? ഒരു മിനിമം ഒരു 10 ദിവസം നമുക്ക് 80 വെച്ച് കൂട്ടുമ്പോൾ തന്നെ നമുക്കൊരു 10 days പെർ മൊഡ്യൂൾ കിട്ടും.
എന്നാൽ ഈ പറയുന്ന സേഫ്റ്റി പഠിക്കുന്നതിന് 10 ദിവസം വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട. അപ്പോൾ അത് നമുക്കൊരു 5 to അല്ലെങ്കിൽ 4 to 5 days, 4 മുതൽ 5 ദിവസം മാക്സിമം, അതിന്റെ ആവശ്യമൊന്നും ഇല്ല ബേസിക്കലി അല്ലെ. നമുക്കറിയാം ഓൾറെഡി നമ്മുടെ കയ്യിൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, അത് നന്നായിട്ട് കാണുക, കേൾക്കുക. സോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, ടെസ്റ്റ് സീരീസുകൾ മനസ്സിലാക്കുക. അത്രയും ചെയ്തു കഴിയുമ്പോൾ തന്നെ 90% കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. സോ ബാക്കി 10% എന്ന് പറയുന്നത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ വരുന്ന പുതിയ ലൈവ് സെഷൻസുകളിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനുകൾ ഐഡന്റിഫൈ ചെയ്യുക, പഠിക്കുക അല്ലെ. അപ്പൊ അത്തരത്തിലാണ് നമ്മളുടെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മൊഡ്യൂളും അതുപോലെ തന്നെ മനസ്സിലായി എന്താണ് എന്നുള്ളത് അല്ലെ, ഇത്തരത്തിൽ എന്താണ് പഠിക്കേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. മൂന്നാമത്തെ മൊഡ്യൂള് അതിന്റെ ആ ഒരു വെയിറ്റേജ് നോക്കി, 15 മാർക്കാണ് വെയിറ്റേജ് അല്ലെ, 15 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. സോ പ്രധാനമായിട്ടും സിവിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾക്കറിയാം ബേസിക് ആയിട്ടുള്ള സിവിൽ മെറ്റീരിയലുകൾ ഉണ്ടാവും അല്ലെ, കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകൾ ഉണ്ടാവും. അപ്പൊ കൺസ്ട്രക്ഷൻ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നോക്കി അവിടെ പ്രധാനമായിട്ടും നമ്മൾ ബ്രിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ബ്രിക്സ് അല്ലെ, അതുപോലെ തന്നെ ലൈം, സിമെന്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്രിക്ക് എന്താണ്, ലൈം എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലൈം ഏതൊക്കെയാണ്, സിമെന്റ്, സോ ആ സിമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഗ്രേഡുകൾ ഏതൊക്കെയാണ്, സോ സിമെന്റ് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഓക്കെ, സെറ്റിംഗ് ഓഫ് സിമെന്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ വിത്ത് വേരിയസ് മെറ്റീരിയൽസ് ഓഫ് വേരിയിങ് കോമ്പോസിഷൻ, ഇത്തരത്തിൽ മോർട്ടാർ ഫോർമേഷൻ എങ്ങനെയാണ്, ഇപ്പൊ സിമെന്റും വാട്ടറും ഒക്കെ അഗ്രിഗേറ്റ്സും ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ സാധാരണ മോർട്ടാർ പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെ, അതിൽ കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ വേരിയിങ് കോമ്പോസിഷൻ അനുസരിച്ചുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണ്. ദെൻ ബ്രിക്ക് ജോയിന്റുകൾ, പ്രധാനപ്പെട്ട ജോയിന്റുകൾ, ബോണ്ടുകൾ ഉണ്ടാവാറുണ്ട് അല്ലെ, സോ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബോണ്ട് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ദെൻ PCC അല്ലെ, അത്തരത്തിൽ പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് ഉണ്ടാവാറുണ്ട്, റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റുകൾ ഉണ്ടാവാറുണ്ട്. സോ അതിന്റെ പ്രൊപ്പോർഷൻ എങ്ങനെയാണ്, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് ഗ്രേഡ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് ഫൈൻ അഗ്രിഗേറ്റ്, അത്തരത്തിൽ നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ടാവാറുണ്ട്, ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ടാവാറുണ്ട്. സോ അതിന്റെ ഗ്രേഡ് എങ്ങനെയാണ്. ദെൻ ഈ പറയുന്ന ഐഡന്റിഫൈ ദ പ്ലംബിംഗ് സർവീസസ് റിക്വയർഡ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് അക്കോർഡിംഗ് ടു ദ യൂസ്, യൂസ് അനുസരിച്ച് ആ പ്ലംബിംഗിന്റെ സർവീസസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. ഇത്തരത്തിൽ ഓരോ യൂസ് അനുസരിച്ച് ആ ഒരു പ്ലംബിംഗ്, നമ്മളൊരു കൺസ്ട്രക്ഷനെ സംബന്ധിച്ചോളം എന്തൊക്കെ കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ കൺസ്ട്രക്ട് മേസണറി, ബ്രിക്ക് വാൾ ആൻഡ് RCC കാസ്റ്റിംഗ്, ബ്രിക്ക് വാൾ കട്ടിംഗ് ഫോർ കൺസീലിംഗ് പൈപ്പ് ലൈൻസ്, അല്ലെങ്കിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട്, പൈപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ബ്രിക്കും അതുപോലെ തന്നെ ലൈമും സിമെന്റും ഒക്കെ നമ്മൾ ആപ്ലിക്കേഷൻ വരുന്നത് എന്നുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ മൊഡ്യൂള് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ നമുക്ക് സിവിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും 15 മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. 15 മാർക്കാണ് വെയിറ്റേജ്. നാലാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഓക്കെ, അവിടെ മാർക്കിന്റെ വെയിറ്റേജ് 10 മാർക്കാണ്, 10 മാർക്ക്. സോ 10 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഒരു മൊഡ്യൂളാണ് നാലാമത്തെ മൊഡ്യൂൾ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നാലാമത്തെ മൊഡ്യൂൾ പഠിക്കേണ്ടത്. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത് പ്രധാനപ്പെട്ട പൈപ്പുകൾ. നമുക്കറിയാം പ്ലംബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് പൈപ്പ് ഉണ്ടാകും, അതുപോലെ തന്നെ വാൽവുകൾ ഉണ്ടാവാറുണ്ട്. ദെൻ അതുപോലെ തന്നെ പൈപ്പ് ജോയിന്റുകള്, സ്പെഷ്യൽസുകള്, ഫിറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. അപ്പൊ 10 മാർക്കാണ് അവിടെ നാലാമത്തെ മൊഡ്യൂളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കി, കൺസ്ട്രക്ട് കംപ്ലീറ്റ് പൈപ്പ് ലൈൻ സർക്യൂട്ട് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആൻഡ് ഫിക്സിംഗ് കോക്സ് ആൻഡ് വാൽവ് ഓൺ പൈപ്പ് ലൈൻ. നമുക്കറിയാം ടാപ്പ്, അതാണ് ഈ കോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. കോക്കും അതുപോലെ തന്നെ വാൽവുകൾ ഉണ്ട് അല്ലെ. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് അല്ലെ, പല തരത്തിലുള്ള ബോൾ വാൽവ്, അല്ലെങ്കിൽ ഗേറ്റ് വാൽവ്, സ്ലൂയിസ് വാൽവ്, അല്ലെങ്കിൽ NR, ദാറ്റ് ഈസ് നോൺ റിട്ടേൺ വാൽവ്, അങ്ങനെ നിരവധി വാൽവുകൾ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. സോ നമുക്കറിയാം NR വാൽവ് തന്നെയാണ് ചെക്ക് വാൽവ് എന്ന് പറയുന്നത്. ചെക്ക് വാൽവ് ഈസ് ബേസിക്കലി എന്ത് തന്നെയാണ്, NR, നോൺ റിട്ടേൺ, അല്ലെങ്കിൽ സിംഗിൾ സൈഡ് അല്ലെങ്കിൽ വൺ സൈഡ് വാൽവ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവുകൾ നമുക്ക് നമ്മളുടെ പൈപ്പ് ലൈൻസിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ആസ് എ മീറ്റർ റീഡർ നമ്മൾ ഒരു ലൈനിൽ അത് എന്താണെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, നമ്മൾ ലൈനിൽ ചെല്ലുന്ന സമയത്ത് ഏത് വാൽവാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വാൽവാണ്,
സോ അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെയുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടും നമ്മളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വാൽവുകൾ, ദെൻ പൈപ്പ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്സ് അക്കോർഡിംഗ് ടു ദ ഷേപ്പ് അല്ലെങ്കിൽ സൈസിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, മെറ്റീരിയൽ അനുസരിച്ച് പൈപ്പ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ്സ് നമുക്ക് കാസ്റ്റ് അയൺ പൈപ്പ് അല്ലെങ്കിൽ AC പൈപ്പ് ഉണ്ടാവാറുണ്ട്, DI ഡക്റ്റൈൽ അയൺ പൈപ്പ് ഉണ്ടാവാറുണ്ട്, ദാറ്റ് ഈസ് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് യൂസ് ചെയ്യാറുണ്ട്, ദെൻ പ്ലാസ്റ്റിക്സ് PVC പൈപ്പ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ്സ് അക്കോർഡിംഗ് ടു ദ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ദെൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡിഫറെന്റ് കാറ്റഗറീസ് നമ്മൾ പഠിക്കണം. ജോയിന്റുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ് അല്ലെ. ജോയിന്റിനകത്ത് തന്നെ സ്ക്രൂഡ് ജോയിന്റ് ഉണ്ട്, ഫ്ലാഞ്ചഡ് ജോയിന്റ് ഉണ്ട്, ദെൻ സോക്കറ്റ് ആൻഡ് സ്പിഗറ്റ് ജോയിന്റ് വരുന്നുണ്ടാകും, ദെൻ നേരത്തെ പറഞ്ഞ വൈറ്റ് ജോയിന്റ് വരുന്നുണ്ടാകും, വെൽഡഡ് ജോയിന്റ് വരുന്നുണ്ടാകും. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജോയിന്റുകൾ പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫ്ലാഞ്ച് ജോയിന്റും സോക്കറ്റ് ജോയിന്റുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ നമ്മൾ സാധാരണ GI പൈപ്പ് ഒക്കെ സോക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കപ്പിൾ ചെയ്തുകൊണ്ട് അല്ലെ നമ്മൾ സാധാരണ കണക്ട് ചെയ്യാറുണ്ട്. സോ സ്ക്രൂഡ് ജോയിന്റ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ്, നിരവധി പൈപ്പ് ഫിറ്റിംഗ്സുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ എൽബോ, ബെൻഡ് അല്ലെ, എന്താണ് അതുപോലെയുള്ള റെഡ്യൂസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഫിറ്റിംഗ്സുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ 4ാമത്തെ മൊഡ്യൂൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ 10 മാർക്കിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുക. പൈപ്പ്, വാൽവ്, അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് ഒക്കെയാണ്. 5ാമത്തെ മൊഡ്യൂൾ നോക്കിയേ. 5ാമത്തെ മൊഡ്യൂള് 10 മാർക്കാണ്, എഗെയിൻ 10 മാർക്കാണ്. സോ നമ്മൾ 5 മൊഡ്യൂൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു മൊഡ്യൂളിൽ മാത്രമേ 15 മാർക്കിന്റെ ഒരു വെയിറ്റേജ് നമ്മൾ കണ്ടുള്ളൂ അല്ലെ. സോ അത് ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ 15 മാർക്കിന്റെ വെയിറ്റേജ് കണ്ടത്. ഇനി ഇവിടെ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടർ. സോ വാട്ടർ ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട അല്ലെ, അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി വാട്ടർ ആണ്. വെള്ളം നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സോഴ്സ് ഓഫ് വാട്ടർ എന്താണ് അല്ലെ, വെള്ളം നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു, അത് ഏതൊക്കെ ടൈപ്പ് അല്ലെ, ഇത്തരത്തിൽ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹാർഡ്നെസ്, അത് ടെമ്പററി ഹാർഡ്നെസ് ഉണ്ടാകും, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ടാകും. സോ അതിന്റെയൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നീട് നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് എടുക്കുക അല്ലെ. സോ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ബേസിക്കലി എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ടാവുക. നമുക്കറിയാം നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടുള്ള വെള്ളമാണ് അല്ലെ, പോർട്ടബിൾ വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. സോ അത്തരത്തിൽ ഇത്തരത്തിൽ എന്താണ് പ്യൂരിഫിക്കേഷൻ സ്റ്റേജസ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ മെത്തേഡ്സുകൾ ഉണ്ട്. ഓക്കെ, ദെൻ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഒരു പ്രോപ്പർട്ടി, എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഓൺ ഫ്രീസിംഗ് ആൻഡ് ഹീറ്റിംഗ്, ഇത്തരത്തിൽ വാട്ടർ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പ്രഷർ ഓഫ് വാട്ടർ ഓൺ ദ സൈഡ്സ് ഓഫ് സിസ്റ്റേൺ ഓർ ടാങ്ക് അല്ലെ, ഒരു ടാങ്കിൽ അല്ലെങ്കിൽ സിസ്റ്റേണിൽ അല്ലെങ്കിൽ നമ്മൾ എൻക്ലോസ്ഡ് ചെയ്തിട്ടുള്ള വാട്ടറിന്റെ പ്രഷർ, സോ അത് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദെൻ വാട്ടർ ഹാമേഴ്സ് ഇൻ പൈപ്പ്, പൈപ്പിൽ ഉണ്ടാകുന്ന ഒരു ഫിനോമിനയാണ് ഇത്തരത്തിൽ വാട്ടർ ഹാമർ എന്ന് പറയുന്നത്. പ്രഷറിന്റെ ഇഫക്റ്റ് ആണ് ബേസിക്കലി നമുക്കറിയാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് 10 മാർക്ക് 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. സോ പെർഫോം വാട്ടർ അനാലിസിസ് ടെസ്റ്റ് അല്ലെ, വെള്ളത്തിന്റെ ആ ഒരു ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഇത്തരത്തിൽ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി നിരവധി ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. വാട്ടർ പ്രഷർ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ യൂസിങ് പൈപ്പ് ലൈൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ നിരവധി പൈപ്പിനകത്തൊക്കെ നമ്മൾ വാട്ടർ പ്രഷർ ടെസ്റ്റ് നമ്മൾ പൈപ്പിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, പൈപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയൊക്കെ. ഓക്കെ, ഫൈൻ. 6ാമത്തെ മൊഡ്യൂൾ നോക്കി, അഗെയിൻ 10 മാർക്സ് ആണ്. 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലംബേഴ്സ് മെറ്റീരിയൽ, ലെഡ്, ടിന്ന്, സിങ്ക്, വാട്ടർ സപ്ലൈ സിസ്റ്റം ഫോർ സ്മോൾ ടൗൺ, ടൈപ്സ് ഓഫ് പമ്പ്, ദെൻ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഇൻ എ വെൽ. ഓക്കെ, അപ്പൊ ഇവിടെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്ലംബേഴ്സ് മെറ്റീരിയൽ അല്ലെ, മെറ്റൽസ് ആൻഡ് ഇറ്റ്സ് അലോയ്സ് ആണ് ബേസിക്കലി നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ മെറ്റൽസ് ആൻഡ് അലോയ്സ്, ദെൻ അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ സിസ്റ്റം അല്ലെ, ഇത്തരത്തിൽ ഒരു ചെറിയ ടൗണില് നമ്മൾ എങ്ങനെയാണ് ആ ഒരു വാട്ടർ സപ്ലൈ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലെ, ഗ്രാവിറ്റി ആണോ, പമ്പിങ് ആണോ, സോ അങ്ങനെയുള്ള ടൈപ്പ് സിസ്റ്റംസ്, സപ്ലൈ സിസ്റ്റംസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പമ്പ് അല്ലെ, നമുക്കറിയാം പമ്പ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പമ്പിന്റെ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ സെൻട്രിഫ്യൂഗൽ പമ്പ് ഉണ്ടാകാറുണ്ട്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഉണ്ടാകാറുണ്ട്. അപ്പൊ അവിടെ ഇത്തരത്തിൽ ടൈപ്സ് ഓഫ് പമ്പ്, സക്ഷൻ ഹെഡ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, പമ്പുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം.
ദെൻ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഇൻ എ വെൽ, അല്ല ഒരു വെല്ലില് ഏതൊക്കെ തരത്തിലുള്ള കണ്ടാമിനേഷൻസ് നടക്കാറുണ്ട്, വെള്ളത്തിൽ അതായത് ഒരു വെല്ലില് വാട്ടർ കണ്ടാമിനേഷൻ എങ്ങനെയാണ്, എങ്ങനെ സംഭവിക്കാറുണ്ട്, നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. സോ അതാണ് 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇൻസ്റ്റോൾ ആൻഡ് മെയിൻറ്റെയിൻ ഡിഫറെന്റ് ഇലക്ട്രിക് പമ്പ്സ് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും മെറ്റീരിയൽ വരുന്നുണ്ട്. ഇപ്പൊ ലെഡ്, ടിന്ന്, സിങ്ക്, ദെൻ സോൾഡർ, ഇത്തരത്തിൽ സോൾഡർ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കോപ്പർ, റെഡ് ലെഡ് ആൻഡ് ദെയർ യൂസസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ 7ാമത്തത് കൺസ്ട്രക്ട് ഇൻസ്പെക്ഷൻ ചേംബർ, മാൻഹോൾ, ഗട്ടർ ആൻഡ് സ്പെസിഫിക് ടാങ്ക് സോക്കറ്റ് ആണ്. സോ 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഇൻസ്പെക്ഷൻ ചേംബർ, സെപ്റ്റിക് ടാങ്ക്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡ്രെയിൻസ്, സെസ്പൂൾസ്, സോക്പിറ്റ്, ലേ ഔട്ട് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പൊ 7ാമത്തെ മൊഡ്യൂളാണ് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്ന 10 മാർക്സ് ആണ്. അവിടെ ഇൻസ്പെക്ഷൻ ചേംബർ, സെപ്റ്റിക് ടാങ്ക്, ദെൻ സെസ്പൂൾസ്, ലേ ഔട്ട് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, 7ാമത്തെ മൊഡ്യൂൾ 10 മാർക്സ് ആണ്. അപ്പൊ ആ ഒരു ഓരോ കാര്യങ്ങളും ഈ പറയുന്ന എന്താണ്, ഇൻസ്പെക്ഷൻ ചേംബർ എന്താണ്, നമ്മൾ എങ്ങനെയാണ് സെപ്റ്റിക് ടാങ്ക്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, സോ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓക്കെ, അത് ഡ്രെയിനേജസ് ബന്ധപ്പെട്ട് സോക്ക് പിറ്റ്സുകൾ, സെസ്പൂൾസ് എന്താണ്, ദെൻ ലേ ഔട്ട് ഓഫ് ഡ്രെയിനേജ് സിസ്റ്റം, ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ലേ ഔട്ട് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ 7ാമത്തെ മൊഡ്യൂൾ പഠിക്കുക, 10 മാർക്സ് ആണ്. ദെൻ 8ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ അഗെയിൻ 10 മാർക്സ്, പെർഫോം റിമൂവൽ ഓഫ് ലീക്കേജ് പൈപ്പ് ലൈൻ. അതിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ലീക്കേജ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ലൈക്ക് അതുമായി ബന്ധപ്പെട്ട് വാട്ടർ മീറ്റർ എന്താണ്, അതുപോലെ തന്നെ വാൽവ് ഡിസ്മാൻഡ്ലിംഗ് എങ്ങനെയാണ്, റിന്യൂവൽ എങ്ങനെയാണ്, പൈപ്പ് എങ്ങനെ നമ്മൾ ലീക്കേജ് ഒഴിവാക്കുന്നു, അതിന്റെ ബേസിക് മെത്തേഡ്സുകൾ. ദെൻ ഇൻസ്റ്റലേഷൻ ഓഫ് വാട്ടർ മീറ്റേഴ്സ്, ദെൻ ലീക്സ് ഇൻ പൈപ്സ് ആൻഡ് നോയ്സസ് ഇൻ പ്ലംബിംഗ്, ദെൻ എയർ ലോക്ക് ഇൻ പൈപ്സ് ആൻഡ് ഇറ്റ്സ് റിമൂവൽ. അപ്പൊ എയർ ലോക്ക് എന്താണ്, എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ വാട്ടർ മീറ്റർ എന്താണ്, ഇൻസ്റ്റലേഷൻ എന്താണ്, സോ പ്ലംബിംഗ് ലൈക്ക് ലീക്സ് പൈപ്പിൽ എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. ദെൻ വാൽവ് ഡിസ്മാൻഡിലും അത് റിന്യൂവലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അഗെയിൻ 10 മാർക്സ് ആണ്. 9ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഫിക്സ്റ്റേഴ്സ് ആണ്. പൊതുവെ നമ്മൾ ഇത്തരത്തിൽ പൈപ്പ് സിസ്റ്റംസ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. സോ ലേ ഔട്ട് ഓഫ് 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റംസ്, ദെൻ ടെസ്റ്റിംഗ് ലീക്കേജ് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, ഒരു പൈപ്പിലുള്ള ലീക്കേജ് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മൾ ട്രാപ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, സാനിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ട്രാപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്, വെന്റിലേഷൻ പൈപ്പുകൾ നോക്കണം, ആന്റി സൈഫോണേജ് സിസ്റ്റംസ് യൂസ് ചെയ്യാറുണ്ട്, സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫയർ ഹൈഡ്രന്റ് അല്ലെ. സോ ഫയർ ഹൈഡ്രന്റ്, അതിന്റെ ഫിറ്റിംഗ്സ്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഫിക്സ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്, മെയിൻ്റെനൻസ് ഓഫ് ഫിക്സ്റ്റേഴ്സ് അറ്റ് ഡിഫറെന്റ് പ്ലേസസ്. സോ 9ാമത്തെ മൊഡ്യൂളാണ്, 10 മാർക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൈപ്പ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 1 പൈപ്പ് 2 പൈപ്പ് സിസ്റ്റംസ്, ദെൻ ലീക്കേജ്, ഒരു പൈപ്പിൽ ഉണ്ടാവുന്ന ലീക്കേജ് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കണം, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാപ്പ്, പി ട്രാപ്പ്, ക്യൂ ട്രാപ്പ്, എസ് ട്രാപ്പ്, അങ്ങനെയുള്ള ട്രാപ്പുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വെന്റിലേഷൻ സിസ്റ്റംസ്, ദെൻ ആന്റി സൈഫോണേജ് ആൻഡ് സിങ്കുകൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. ഓക്കെ, സോ അതിന്റെ ഡയമെൻഷൻസും സ്റ്റാൻഡേർഡ്സുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. ദെൻ ഫയർ ഹൈഡ്രൻസ്, നമുക്കറിയാം അതിൽ ഫയർ ഫൈറ്റിംഗ് ആയിട്ട് നമ്മൾ ഫയർ ഹൈഡ്രൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അതിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ടൈപ്പ് എങ്ങനെയാണ്, ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റിംഗ്സ് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ 10 മാർക്ക് 9ാമത്തെ മൊഡ്യൂൾ. ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ ക്യാരി ഔട്ട് ഫിക്സിംഗ് ആൻഡ് ലേയിങ് ഓഫ് ഇൻസ്റ്റലേഷൻ ഓഫ് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ പൈപ്പ്. അതിൽ ചൂട് അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കോൾഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. അതിൽ ഹോട്ട് ആൻഡ് കോൾഡ് പൈപ്പ് ലൈൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ബേസിക് ആയിട്ട് എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ എന്നൊക്കെയുള്ള ബേസിക് കോൺസെപ്റ്റ് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഹീറ്റ്, ടെമ്പറേച്ചർ, സോ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻ ഹീറ്റ് അല്ലെങ്കിൽ കെൽവിൻ, അതിന്റെ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട്. ദെൻ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡുകൾ ഏതൊക്കെയാണ്, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ മെത്തേഡുകൾ നമുക്ക് മനസ്സിലാക്കണം വളരെ ബേസിക് ആയിട്ട്. ഹീറ്റിംഗ് സിസ്റ്റം ബൈ ഡിഫറെന്റ് തെർമൽ യൂണിറ്റ്സ്, അത്തരത്തിൽ തെർമൽ യൂണിറ്റ്സുകൾ എങ്ങനെയാണ് ഹീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഡൊമസ്റ്റിക് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സിസ്റ്റം, ദെൻ അതുപോലെ തന്നെ ബോയിലേഴ്സ്, ഗീസേഴ്സ്, ദെൻ വെന്റിലേറ്റിംഗ് പൈപ്സ്, സോ അതുപോലെ തന്നെ സോളാർ വാട്ടർ സിസ്റ്റം, അതായത് സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റംസ്, അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ 10 മാർക്ക് നമ്മൾ 10ാമത്തെ മൊഡ്യൂൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 10 മൊഡ്യൂളുകൾ മനസ്സിലാക്കിയതിൽ തന്നെ 15 മാർക്കിന്റെ വെയിറ്റേജ് വരുന്നത് 3ാമത്തെ മൊഡ്യൂൾ ആണെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു അല്ലെ. സോ അത് ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ടാണ് 15 മാർക്കിന്റെ വെയിറ്റേജ്. ബാക്കി എല്ലാ മൊഡ്യൂളുകളും
10 മാർക്കിന്റെ വെയിറ്റേജ് എക്സെപ്റ്റ് 1 അല്ലെ, ഫസ്റ്റ് 1 5 മാർക്സ് ആണെന്നുള്ളത് നമ്മൾ കണ്ടു. ആദ്യത്തെ 5 മാർക്ക്, മൂന്നാമത്തെ മൊഡ്യൂൾ 15 മാർക്ക്, ബാക്കി എല്ലാ മൊഡ്യൂളുകളും 10 മാർക്ക് വെയിറ്റേജ് വരുന്ന മൊഡ്യൂളുകളാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂളുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലായി അല്ലെ, ഓരോ മൊഡ്യൂളിലും പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അപ്പോ ഈ മൊഡ്യൂളിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ നമ്മളുടെ ടോപ്പിക്സുകൾ റീഅറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂളുകളിൽ നമുക്ക് ടോപ്പിക് വൈസ് നമ്മൾ ആ ഒരു പാറ്റേണിൽ നമ്മളുടെ റെക്കോർഡഡ് സെഷൻസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങൾ അത് മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, നന്നായിട്ട് വാച്ച് ചെയ്യുക, അത് പഠിക്കുക, അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അത് റിവൈസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കൃത്യമായിട്ട് അത് റിവൈസ് ചെയ്യുക അല്ലെ, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. സോ ആ റെക്കോർഡഡ് സെഷൻസുകൾ കൃത്യമായിട്ട് കാണുക. അതിനുശേഷം നമ്മളത് ആ ഒരു നോട്ട്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ശേഷം നമ്മളുടെ പഠിച്ചതിന് ശേഷം ആ ഒരു മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് സീരീസുകൾ ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവാറുണ്ട്, ലൈവ് ആയിട്ടുള്ള സെഷൻസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ലൈവ് സെഷൻസ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ മൊഡ്യൂളുകൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മളുടെ ലൈവ് സെഷനിലേക്ക് വരിക. ആ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ലൈവ് സെഷനുകളിൽ ആ പർട്ടിക്കുലർ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് മുന്നേ വേണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകൾ മെന്ററുമായി നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് സെഷനുകളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനകത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോ മൊഡ്യൂളുകളും ഈ ഓരോ മൊഡ്യൂളുകളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ലൈവ് സെഷനുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടാകും. ആ രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂളുകളും ആ ഒരു ഓർഡറിൽ നമ്മൾ കൃത്യമായിട്ട് സിലബസിന്റെ അടിസ്ഥാനത്തിൽ റെക്കോർഡഡ് സെഷൻസുകൾ ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുകൾ ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക, മോഡൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെയും ഏകദേശം നമുക്ക് ഒരു ഏകദേശം 90% ഓക്കെ 90% നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ബാക്കി 10% എന്ന് പറയുന്നത് റിവൈസ് ചെയ്യാണ്. സോ വീണ്ടും അത് റിവൈസ് ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ചെറിയ പോയിന്റുകളായിരിക്കും നമുക്ക് വിട്ടു പോകുന്നുണ്ടാവുക. സോ അത് വിട്ടു പോകാത്ത തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ടെസ്റ്റുകൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റാൻഡം ആയിട്ട് വരുന്ന ചില സംഗതികൾ നമ്മൾ വിട്ടുപോകും. ഓക്കെ, അപ്പൊ അത് വീണ്ടും റിവൈസ് ചെയ്യുക. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മുടെ ഒരു സെഷൻസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ റെഫറൻസ് ബുക്കുകൾ നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ അതിനകത്ത് യാതൊരു മാറ്റവുമില്ല, എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യുക. പ്ലംബേഴ്സിന്റെ NSQF ലെവൽ 4 വോളിയം 1 and 2 ട്രേഡ് തിയറി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ അതാണ് ടെക്സ്റ്റ് ബുക്ക്. പിന്നീട് എന്തെങ്കിലും ഫർദർ റെഫറൻസ് വേണം എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ NK പബ്ലിഷേഴ്സിന്റെ മനീഷ് ശർമ്മയുടെ ബുക്ക് അവൈലബിൾ ആണ്, സേത്തിയുടെ ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ബുക്ക് അവൈലബിൾ ആണ്. സോ അതിനകത്തൊക്കെ കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും നമ്മളുടെ പ്രൈമറി ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് പ്ലംബറിന്റെ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് തന്നെ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഫൈൻ, അതാണ് റെഫറൻസ് ബുക്ക്. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, അത് തന്നെയാണ്. പിന്നീട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ടാണ് അല്ലെ, നമ്മളുടെ ഭാഗത്തു നിന്ന് അവരവർ എടുക്കുന്ന എഫേർട്ടാണ്. സോ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും കോമൺ ആയിട്ട് അവൈലബിൾ ആണ്. സോ ശേഷം നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് അവിടെ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. മാക്സിമം ടൈം എന്താണ് അത് എഫേർട്ട് എടുക്കുക. സോ മാക്സിമം റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. റിവിഷൻ ആണ് പ്രധാനമായിട്ടും വേണ്ടുന്നത്. ഓക്കെ, നമുക്ക് ആകെ കൂടിയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഒരു ഏകദേശം ഒരു 10-90 ദിവസം ഉണ്ടാകും. സോ ആ ഒരു ദിവസം മാക്സിമം എല്ലാവരും ഒരു ദിവസം ഒരു 3-4 മണിക്കൂറെങ്കിലും മിനിമം നമ്മളത് അതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ വർക്കിംഗ് ആയിരിക്കും, ചിലർക്ക് ജോലി ചെയ്യുന്നവരുണ്ടാകും, ചിലർ നന്നായിട്ട് മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നവരുണ്ടാവും, ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവരുണ്ടാകും. സോ അതോടൊപ്പം തന്നെ ചിലപ്പം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പൊ ആ രീതിയിലുള്ളവരോട് കൂടി നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അവരെ എടുക്കുന്ന എഫേർട്ടിന്റെ അത്രയും നമ്മൾ എടുത്തില്ലെങ്കിൽ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കാം. സോ എല്ലാവർക്കും ജോലി കിട്ടാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്ന തരത്തിൽ തന്നെയാണ് സെഷനുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ദെൻ ടെസ്റ്റ് സീരീസുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ഫൈൻ. നേരത്തെ പറഞ്ഞ ടൈമിംഗ് 7 AM to 10 AM വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളുടെ മനസ്സിലേക്ക് സൂക്ഷിച്ചു വെക്കുക. ദെൻ ഡിജിറ്റൽ റെഫറൻസുകൾ ഉണ്ട്. നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക്, bharatskills.gov.in, സാൻ ഫൗണ്ടറി, എക്സാം വേദ, അങ്ങനെയൊക്കെയുള്ള സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നുള്ളൂ. സോ ഇന്റർനെറ്റുകൾ നമുക്ക് നെറ്റ് സർഫ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. ഡൗട്ടുകളൊക്കെ ഏകദേശം അവിടെയും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. അതല്ല മെന്റേഴ്സിന്റെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഫാക്കൾട്ടിയുടെ ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഏത് സമയം വേണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മളെല്ലാവരും ഏകദേശം സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഒക്കെ കഴിഞ്ഞു അല്ലെ. നമ്മൾ ഏകദേശം പകുതിയോളം കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. സോ ഇനി ബാക്കിയുള്ള പകുതി കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി അതല്ല, നിലവിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല, കൺഫർമേഷൻ വന്നു, ഇനിയിപ്പോ ഒന്നും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം ഇവിടെ അത് എന്താണ് അത്ര പിറകിലൊന്നുമല്ല. ഈ ഒരു 3 മാസം നമ്മൾ കുറച്ച് അധികം എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ടോപ്പിക്സുകളെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലെ. സോ അതിനകത്ത് ആദ്യമായിട്ടൊന്നും കാണുന്ന ടോപ്പിക്കുകളല്ല അല്ലെ, ആദ്യമായിട്ട് കാണുന്ന ടോപ്പിക്കുകളൊന്നും അല്ല. അപ്പൊ ഓൾറെഡി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു പ്ലംബറിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇനി നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്മാർട്ട് വർക്ക് ആണ് അവിടെ വേണ്ടത് അല്ലെ. നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. സോ നമ്മളുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തവും വാരി വലിച്ച് പഠിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. സോ നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസ് പെർ ദ സിലബസ് നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ചോളം നമ്മളുടെ സിലബസ് ലൈൻ ബൈ ലൈൻ കൃത്യമായിട്ട് പഠിച്ചു മുന്നോട്ട് പോവുക. ഓക്കെ, എന്നാൽ എന്താണ് ഫർദർ റെഫറൻസ് വേണ്ടുന്നവർക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് ആഡ് ഓൺ ചെയ്യുന്നതിനകത്ത് തെറ്റില്ല. എന്നാൽ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചോളം ടൈം ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ആസ് പെർ ദ സിലബസ് എങ്കിലും അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. സോ ഒരു 3 months എന്ന് പറയുന്നത് അത് വളരെയധികം സമയമുണ്ട് നമ്മളെ സംബന്ധിച്ചോളം. ഈ ഒരു പ്ലംബർ സിലബസ് സംബന്ധിച്ചോളം, നമ്മളുടെ ഈ ഒരു സിലബസ് സംബന്ധിച്ചോളം 3 മാസം നമുക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും. അത്രയും സമയം വേണ്ട നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തുടങ്ങിയാൽ തന്നെയും നമുക്ക് നല്ല ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്നതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തുടങ്ങാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിഷമമൊന്നും വേണ്ട, ഇപ്പോൾ തുടങ്ങിയാലും മതി. സോ അത് നമ്മൾ എഫേർട്ട് വളരെ വളരെ അധികം നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നേടാം. ഓക്കെ, സംശയമൊന്നും വേണ്ട. സോ സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സിലബസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, മോഡ്യൂളിന്റെ വെയിറ്റേജ് മനസ്സിലാക്കുക, സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്, കൃത്യമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക, കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അല്ല, അത്തരത്തിൽ നമുക്കറിയാം ഇപ്പം നിലവിലെ 80 ദിവസം, ആ ഒരു 80 ദിവസം നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചില ടോപ്പിക്സുകൾ നമ്മൾക്കറിയാം, ചിലത് അറിയില്ല. അറിയാത്തതിന് കൂടുതൽ സമയം കണ്ടെത്തി അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നന്നായിട്ട് റിവൈസ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിങ് ചെയ്യാൻ ശ്രമിക്കുക, ടെസ്റ്റ് സീരീസുകൾ യൂട്ടിലൈസ് ചെയ്യുക, വീക്ക്ലി റിവിഷൻ നമ്മൾ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ട്, കൃത്യമായിട്ട് അത് 1 by 1 യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മുന്നിലേക്ക് എത്താൻ സാധിക്കും, നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ സാധിക്കും. സോ അത്തരത്തിൽ ചെയ്തുകൊണ്ട് പിന്നീട് ലാസ്റ്റ് വരുന്ന മോഡൽ ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾക്ക് നമ്മളുടെ മാർക്സ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സോ അവിടെ ഏതൊക്കെ ടോപ്പിക്കുകൾ നമുക്ക് കിട്ടുന്നില്ല അത് വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, സോ ആ രീതി വേണം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. സോ വരുന്ന 3 മാസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇനിയും ചേരാത്ത അല്ലെങ്കിൽ ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് വരാത്ത അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക്, ഈ ഒരു സെഷന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും നന്നായിട്ട് നമ്മളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലേക്ക് നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അല്ലെ. ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഉയർന്ന റാങ്കിലേക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ല. ഓക്കെ, അപ്പൊ ആ രീതിയിലേക്ക് വേണം ഈ പറയുന്നത് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഉണ്ടാകും.
അല്ലെങ്കിൽ നമ്മൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഈ പറയുന്ന 3 മാസം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് തരാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, അതായത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം നമ്മളുടെ ഭാഗത്ത് എഫേർട്ട്, അതായത് ഉദ്യോഗാർത്ഥികൾ എടുക്കേണ്ട എഫേർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾക്ക് ഗൈഡൻസ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ എഫേർട്ട് എടുക്കേണ്ടത് ആര് തന്നെയാണ്? അത് നമ്മൾ തന്നെയാണ് അല്ലെ. നമ്മൾ എക്സാം എഴുതണം, നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. അപ്പൊ എഫേർട്ട് എടുക്കാൻ ഉള്ള ഒരു മനസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ അവൈലബിൾ ആണ്. സോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. ഇത്തരത്തിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം. അതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു മുന്നോടിയായിട്ട്, അതായത് നമ്മുടെ സിലബസ് വന്നു, കൺഫർമേഷൻ ഡേറ്റ് വന്നു, എക്സാം ഡേറ്റ് വന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ പ്രിപ്പറേഷനിലാണ് എന്നുള്ളത് നമുക്കറിയാം. സോ നിങ്ങൾക്ക് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഷ് എന്നുള്ള രീതിയിൽ മാത്രം ഈ ഒരു സെഷൻ നമ്മൾ കണ്ടാൽ മതി. അപ്പൊ നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാം ഇപ്പോൾ നമ്മളുടെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്നുള്ളത് അല്ലെ. അപ്പൊ എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്തോളൂ. നമ്മളോടൊപ്പം തന്നെ നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട്. ഇത്തരത്തിൽ എന്ത് സംശയവും അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. സോ നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൃത്യമായിട്ട് നമ്മൾ തരുന്നുണ്ടാകും. സോ മോഡ്യൂൾ വൈസിലുള്ള ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസുകൾ നമ്മൾ ഉടൻ തന്നെ ഉണ്ടാകുന്നുണ്ടാവും. സോ ആ രീതിയിലുള്ള സെഷനുകൾ വളരെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ ആ ഒരു യാത്രയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെച്ചിൽ തന്നെ നമ്മൾ 1 by 1 മൊഡ്യൂൾസുകളെല്ലാം കവർ ചെയ്ത് ലാസ്റ്റ് ആ ഒരു എക്സാമിന്റെ ഒരു 1 month അല്ലെങ്കിൽ ഒരു 15 days ബാക്ക് നിന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത്, സോ ഇനിഷ്യലി നിന്ന പോലെ ആയിരിക്കില്ല നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടാവുക. സോ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ടുണ്ടാകും. സോ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എനിവേ ഈ ഒരു ലൈവ് സെഷനിൽ, ഇന്നത്തെ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം. അപ്പൊ അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഒരു പുഷ് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഈ 3 മാസം നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോയി നല്ല രീതിയിൽ ആ ഒരു എക്സാം പെർഫോം ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് വരട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പറയുന്ന ഈ ഒരു ലൈവ് സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റ് നമ്മളുടെ കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്കത് വിളിക്കാം. സോ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാകും. സോ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.